ഫേസ് ഹഗേഴ്സ്, സിനിമോഫ്സ്, നോസ്ട്രോമോ, എലൻ റിപ്ലി. സൈഫൈ ഹൊറർ ലവേഴ്സ് എന്നല്ല, ഹോളിവുഡ് സിനിമ എന്ന വേൾഡിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ ലൈഫിനെ ഒരു പാർട്ടായി കണ്ട് ആഘോഷിക്കുന്ന ഏതൊരു മൂവി ലവറിനും കേട്ടാൽ കോരിത്തരിക്കുന്ന ചില വാക്കുകളാണ് ഇവയൊക്കെ. 1979-ൽ ആദ്യത്തെ സിനിമ പുറത്തു വന്നത് മുതൽ നമ്മൾ എന്തും വണ്ടറടിച്ച് കണ്ടും കേട്ടും ഇരുന്ന എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് എന്ന കോൺസെപ്റ്റിനെ ഒരു പേടിയോടെയും ഞെട്ടലോടെയും അപ്രോച്ച് ചെയ്യാൻ പഠിപ്പിച്ച് കോൺസെപ്റ്റ് വൈസ് നോക്കിയാൽ ഇന്നോളം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സിനിമ ഫ്രാഞ്ചൈസികളിൽ ഏറ്റവും സക്സസ്ഫുൾ ആയവയിൽ ഒന്നെന്ന് ഒരു സംശയം ഇല്ലാതെ പറയാൻ പറ്റുന്നതാണ് ഏലിയൻ ഫിലിംസ് ഫ്രാഞ്ചൈസി. ഒറിജിനൽ സീരീസിൽ വന്ന 4 സിനിമകൾ, പ്രീക്വൽ സീരീസിൽ വന്ന 2 സിനിമകൾ, പ്രെഡേറ്റർ ഫ്രാഞ്ചൈസിയുടെ ക്രോസ് ഓവറായി വന്ന 2 സിനിമകൾ, ഒരു വെബ് സീരീസ്, ഇവയ്ക്ക് പുറമെ നിരവധി ഷോർട്ട് ഫിലിംസ്, വീഡിയോ ഗെയിംസ്, കോമിക്സ് ഇവയൊക്കെ കഴിഞ്ഞ് ഏലിയൻ ഫ്രാഞ്ചൈസിൽ നിന്നും അടുത്തതായി നമുക്ക് വേണ്ടി എത്തുന്ന സ്റ്റാൻഡ് അലോൺ മൂവിയായ ഏലിയൻ റോമുലസ് ഈ മാസം റിലീസ് ആവുകയാണ്. ഏറെ പ്രതീക്ഷ തരുന്ന ട്രെയിലേഴ്സ് ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനു മുമ്പായി ഈ ഫ്രാഞ്ചൈസിയെ പറ്റിയും ഇതുവരെ വന്ന സിനിമകളെ പറ്റിയും ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം അതൊന്ന് ചെയ്തിട്ട് തുടർന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഏലിയൻ ഫ്രാഞ്ചൈസി അതുവരെ വന്നിട്ടുള്ളതും ആൾക്കാരുടെ ഇമാജിനേഷനിൽ ഉണ്ടായിരുന്നതും ആയ ഏലിയൻസ് എന്നൊരു കോൺസെപ്റ്റിനെ പാടെ മാറ്റിമറിച്ച്, അതായത് കാണാൻ നമ്മളെ പോലെയോ അല്ലെങ്കിൽ കുറച്ച് കാർട്ടൂണിഷോ ഫ്ലൂയിഡിക്കോ ഒക്കെ ആയ ഒരു ക്രീച്ചർ എന്ന ഭാവനയിൽ നിന്ന് മാറി ചിന്തിക്കാൻ അന്നത്തെ ആൾക്കാരെ പ്രേരിപ്പിച്ച് പിന്നീട് ഇങ്ങോട്ട് ഈ സിനിമകൾ കണ്ടു വളർന്ന നമ്മളെ പോലെയുള്ളവർക്ക് ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്ന് ഓർക്കുമ്പോൾ പേടിയോടെ മനസ്സിൽ വരുന്ന ഒരു രൂപം മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റുന്ന അത്ര കൺവിൻസിംഗ് ആയ ഡിസൈനും ആ ഡിസൈന് കൃത്യമായ ഒരു ലൈഫ് ലൈനും സ്റ്റേജസ് ഓഫ് ഗ്രോത്തും ഒക്കെ കൊടുത്ത് വല്ലാത്തൊരു ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ എഴുതി തയ്യാറാക്കിയ ഒരു കഥയോടുകൂടി റിഡ്ലി സ്കോട്ട് എന്ന ഇന്നത്തെ ലെജൻഡായി അറിയപ്പെടുന്ന ഡയറക്ടറിന്റെ അന്നത്തെ വെറും 2ാമത്തെ ഫീച്ചർ ഫിലിം ഡയറക്ടോറിയലായി പുറത്തു വന്ന സിനിമയാണ് 1979-ലെ ഏലിയൻ. അവിടെ നിന്നാണ് ഈ ഫ്രാഞ്ചൈസിയുടെ തുടക്കം. ഏലിയൻ സിനിമകളുടെ കഥ പ്രധാനമായും സീനോമോർഫ്സ് എന്ന് വിളിക്കുന്ന വളരെ ഡെഡ്ലി ആയ എൻഡോ പാരസൈറ്റോയിഡ് ഏലിയൻ ക്രീച്ചേഴ്സിനെയും അവയെ എങ്ങനെയെങ്കിലും ക്യാപ്ചർ ചെയ്ത് പ്രോഫിറ്റിനും വെപ്പണൈസേഷനും പോലുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തണം എന്ന മോട്ടീവുള്ള വെയ്ലാൻഡ് യൂട്ടാനി കോർപ്പറേഷൻ എന്ന കമ്പനിയെയും ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. ആൻഡ് ഓവറോൾ സ്റ്റോറി നോക്കിയാൽ 21st and 24th സെഞ്ച്വറീസിന് ഇടയ്ക്കാണ് ഇവരുടെ ഒരു ടൈം ലൈൻ. അപ്പൊ 1979-ൽ വന്ന ആദ്യ സിനിമ ഏലിയൻ. അതിന്റെ സംഭവങ്ങൾ ശരിക്കും ഫ്യൂച്ചറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, CE 2122 എന്ന ഇയറിൽ. നോസ്ട്രോമോ എന്നൊരു കമേഴ്ഷ്യൽ സ്പേസ് ഷിപ്പിന് ഒരു ഡിസ്റ്റന്റ് പ്ലാനറ്റിൽ നിന്നും ഒരു റോക്ക് സിഗ്നൽ ലഭിക്കുകയും ഈ ഷിപ്പ് കൺട്രോൾ ചെയ്യുന്ന വെയ്ലാൻഡ് യൂട്ടാനി കോർപ്പറേഷന്റെ സമ്മർദ്ദം കാരണം ഈ ക്രൂ അതെന്താണ് സംഭവം എന്ന് ചെക്ക് ചെയ്യാൻ ഫോഴ്സ്ഡ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ആ പ്ലാനറ്റിൽ ലാൻഡ് ചെയ്യുന്നു. അവിടെ വെച്ച് തകർന്ന രീതിയിലുള്ള ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ കാണാൻ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു സ്പേസ് ഷിപ്പ് കാണുന്നു. അതിനുള്ളിൽ ആ ഷിപ്പിന്റെ പൈലറ്റ് മരിച്ച് അസ്ഥികൾ മാത്രം ബാക്കിയായി ഇരിക്കുന്നതാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. ക്രൂവിലെ ഒരാൾ ആ ഷിപ്പിനുള്ളിൽ ചില വിചിത്രമായ രീതിയിലുള്ള മുട്ടകൾ കണ്ടെത്തുകയും അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി വരുന്ന ഒരു ജീവി അയാളുടെ മുഖത്തേക്ക് പറ്റിച്ചേർന്ന് പുള്ളിയുടെ കഴുത്തിനെ വരിഞ്ഞു മുറുക്കി ഒരു കോമ സ്റ്റേജിൽ എത്തിക്കുന്നു. ഈ കാണുന്ന ജീവി നമ്മുടെ ഏലിയൻ ക്രീച്ചർ ഗ്രോത്ത് സ്റ്റേജസിലെ ആദ്യത്തെ അവസ്ഥകളിൽ ഒന്നാണ്. ഇതിനെയാണ് ഫേസ് ഹഗ്ഗർ എന്ന് വിളിക്കുന്നത്. ഫേസ് ഹഗ്ഗേഴ്സ് ആക്ച്വലി എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ആരെയാണോ അത് അറ്റാക്ക് ചെയ്യുന്ന ആ ഹോസ്റ്റിനെ സൈനോസ് ബേസ്ഡ് കെമിക്കൽ അഡ്മിനിസ്റ്റർ ചെയ്ത് അയാളെ അൺകോൺഷ്യസ് ആക്കുകയും പിന്നീടുള്ള ഏലിയൻ ലൈഫ് സ്റ്റേജസിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ഓവിപോസിറ്റർ ത്രോട്ട് വഴി ഹോസ്റ്റിന്റെ ദേഹത്ത് എത്തിച്ച് ഒരു എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ആ ഹോസ്റ്റിന്റെ നെഞ്ച് തകർത്ത് ഒരു കുഞ്ഞ് ഏലിയനായി പുറത്തു വരികയും അത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വളർന്നു വലുതായി ഒരു അഡൽട്ട് സീനോമോർഫ് ആവുകയും ചെയ്യും. ഈ കുഞ്ഞ് ഏലിയൻ തന്നെ കാണാൻ വളരെ പേടിപ്പെടുത്തുന്ന ഒരു രൂപത്തിലാണുള്ളത്. അപ്പൊ പിന്നെ അത് വലുതായുള്ള കാര്യം പറയണ്ടല്ലോ. ആൻഡ് ഇനി എങ്ങാനും നിങ്ങൾ ഈ സിനിമകൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു ഏലിയന്റെ രൂപം, അത് ആൾക്കാരെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ്, അതിന്റെ ശരീരത്തിന്റെ മറ്റ് പ്രത്യേകത, ഇതെല്ലാം സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം. അത്ര പ്ലാൻഡ് ആൻഡ് ഡെവലപ്ഡ് ആണ് അതിനെ പറ്റിയുള്ള റൈറ്റിങ്ങും അതിന്റെ എക്സിക്യൂഷനും. അപ്പൊ ഈ പുറത്ത് വന്ന് വലുതായി അഡൾട്ട് ആയ ഏലിയൻ ആ ഷിപ്പിലെ ഓരോരുത്തരെയായി കൊല്ലുകയാണ്. ആൻഡ് ഈ ക്രൂവിലെ ഒരു മെമ്പർ, പുള്ളി ആക്ച്വലി ഒരു ഹ്യൂമൻ അല്ല, കമ്പനിയുടെ കാര്യങ്ങൾ അവർക്ക് വേണ്ട പോലെ ഷിപ്പിൽ നടത്താൻ ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ആണ്. പുള്ളിയുടെ അറിവോട് കൂടിയാണ് ഇതിലെ പല കാര്യങ്ങളും നടക്കുന്നത്. ആൻഡ് ആ ക്രൂവിന്റെ ലൈഫ് ഈ ആൻഡ്രോയിഡിനും കമ്പനിക്കും ഒരു പ്രശ്നമല്ല. അവർക്ക് ആകെ വേണ്ടത് ഈ ഏലിയൻ സ്പീഷീസ് എർത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഏലിയനിലെ മെയിൻ ക്യാരക്ടർ ഒരു ഫീമെയിൽ ആണ്. ആൻഡ് അത് ഈ ഫിലിം ഡെവലപ്മെന്റ് സ്റ്റേജിൽ തന്നെ റിഡ്ലി സ്കോട്ട് എടുത്ത വളരെ ബോൾഡ് ആയ ഒരു ഡിസിഷൻ ആയിരുന്നു.
ആ ക്യാരക്ടറിനെ ഈ 3 ഫിലിമിലും അടുത്ത 3 സിനിമകളിലുമായി ഇവോൾവ് ചെയ്യിപ്പിച്ചെടുത്ത രീതിയും സിഗോർണി വീവർ എന്ന നടി അവരുടെ ബ്രില്യന്റ് ആയ പെർഫോമൻസ് തന്നെ ഷോക്കേസ് ചെയ്യുകയും ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് വളരെ ഐക്കോണിക് ആയ വൺ ഓഫ് ദി ബെസ്റ്റ് ഫീമെയിൽ ലീഡ്സ് എന്നല്ല, ആക്ഷൻ ബേസ്ഡ് ലീഡ്സിൽ തന്നെ വളരെ സെലിബ്രേറ്റഡ് ആയ എലൻ റിപ്ലി എന്നൊരു ക്യാരക്ടറിനെയാണ്. ഒരു കാര്യം കൂടി പറയാം, ആക്ഷൻ മൂവീസ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് സ്റ്റണ്ട് കോമ്പാറ്റ് സീക്വൻസസ് എന്ന് ധരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ബട്ട് ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. ഒരു റിസോഴ്സ്ഫുൾ ആയ ക്യാരക്ടർ പല ഹൈ ഓഡ്സിനെയും ഫേസ് ചെയ്ത് അവയൊക്കെ തരണം ചെയ്ത് ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് പാസ് ചെയ്ത് പോകുന്ന തരം സിനിമകളാണ് ആക്ഷൻ മൂവീസ്. ആൻഡ് ഇതിൽ എല്ലായ്പ്പോഴും ഡയറക്റ്റ് ഫിസിക്കൽ കോമ്പാറ്റ് സീൻസ് തന്നെ ആവണം എന്നില്ല. സ്ക്രീനിൽ കാണുന്ന വയലൻസ്, എക്സ്പ്ലോഷൻസ്, ഷൂട്ടിംഗ് സീൻസ്, ചേസ് സീക്വൻസസ് ഇതെല്ലാം ചേർന്നാണ് ആക്ഷൻ മൂവീസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഏലിയൻ 1 സിനിമയുടെ അവസാനം എലൻ റിപ്ലി എന്ന ക്യാരക്ടറും ഈ ക്രൂവിന്റെ കൂടെയുള്ള പെറ്റായ ജോൺസ് എന്ന പൂച്ചയും മാത്രമാണ് ജീവനോടെ ബാക്കിയാവുന്നത്. ആൻഡ് പുള്ളിക്കാരി ഫൈനലി ഷിപ്പിലെ ഒരു എസ്കേപ്പ് പോഡിലേക്ക് എത്തുകയും അവർക്കൊപ്പം അതിൽ കടന്നുകൂടിയ സിനോമോർഫിനെ ഇജക്ട് ചെയ്യുന്നതിൽ വിജയിക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞ് അവരൊരു സ്ലീപ്പിംഗ് പോഡ് യൂസ് ചെയ്ത് ക്രയോ സ്ലീപ്പിലേക്ക് പോവുകയാണ്. എലൻ റിപ്ലി രക്ഷപ്പെടുന്ന ഈ എസ്കേപ്പ് പോഡ് നമ്മുടെ വെയ്ലന്റ് യൂട്ടാനി കോർപ്പറേഷൻ തന്നെ കണ്ടെത്തുകയും അവരെ രക്ഷിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ സീരീസിലെ 2ാമത്തെ സിനിമയായ ഏലിയൻസ് തുടങ്ങുന്നത്. ആൻഡ് അറിയാത്ത ആരേലും ഉണ്ടെങ്കിൽ ഇത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ചുമ്മാ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. സാക്ഷാൽ ജെയിംസ് കാമറോൺ ആണ് ഈ ഫിലിം ഡയറക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ആദ്യ സിനിമ ഇറങ്ങി 7 വർഷം കഴിഞ്ഞും 1986 ഏലിയൻസ് റിലീസ് ആവുന്നത്. ബട്ട് സ്റ്റോറി നടക്കുന്നത് ഏകദേശം 57 വർഷം കഴിഞ്ഞാണ്. CE 2179. അപ്പോ രക്ഷിച്ചതിന് പിന്നാലെ ഈ വെയ്ലന്റ് യൂട്ടാനി കോർപ്പറേഷൻ നമ്മുടെ റിപ്ലിയെ ഒരു മിഷന് വേണ്ടി റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ കൂടെ നടത്തുവാണ്. കഴിഞ്ഞ സിനിമയിൽ നമ്മുടെ ക്രൂ ലാൻഡ് ചെയ്യുകയും ആ തകർന്ന സ്പേസ് ഷിപ്പ് കണ്ടെത്തുകയും ചെയ്തത് ശരിക്കും ഒരു പ്ലാനറ്റിലല്ല, ഒരു മൂണിലാണ്. ആൻഡ് അവിടെ ഈ കോർപ്പറേഷന്റെ ഒരു പ്രോജക്റ്റിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത കോളനി, അതായത് സയന്റിസ്റ്റും അവരുടെ ഫാമിലീസും ഒക്കെ അടങ്ങുന്ന ഒരു കോളനി ഉണ്ടായിരുന്നു. അവരുമായുള്ള കോണ്ടാക്ട് ഇപ്പൊ കട്ടായിരിക്കുവാണ്. അപ്പൊ ഇവർക്ക് എന്ത് പറ്റിയെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാനുമായിട്ട് കുറച്ച് സ്പേസ് മറീൻസിനെ അയക്കുവാണ്. ആൻഡ് ആ സ്ഥലത്ത് ഓൾറെഡി പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഈ മിഷൻ റിപ്ലി റീഡ് ചെയ്യണം. ഇവരെ കൂടാതെ കമ്പനി അവരുടെ ഏജന്റ് ആയ കാർട്ടറിനെ കൂടെ അയക്കുന്നുണ്ട്. ബിക്കോസ് എത്ര കിട്ടിയാലും പഠിക്കാതെ അവർക്ക് ഇപ്പോഴും ആ ഏലിയനെ രഹസ്യമായിട്ട് ഇവിടെ എത്തിക്കുക തന്നെയാണ് വേണ്ടത്. എന്നാൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഈ പോകുന്ന എല്ലാവരുടെയും ലൈഫ് റിസ്കിലാകും എന്നതൊന്നും അവർക്കൊരു വിഷയമേ അല്ല. കഴിഞ്ഞ സിനിമയിൽ ഒരെണ്ണമാണെങ്കിൽ ഇപ്പൊ ആ സ്ഥലത്ത് നിറയെ സിനോമോർഫ്സ് ആണ്. ആൻഡ് സ്വാഭാവികമായിട്ടും എന്ത് പറ്റും എന്ന് ഊഹിക്കാലോ. അവിടെ നടക്കുന്ന ബാറ്റിലിൽ ചറപറ ആൾക്കാർ മരിച്ചു വീഴും. ഈ സാധാ സിനോമോർഫ്സ് അല്ലാതെ ഒരു ക്വീൻ സിനോമോർഫ് എന്ന് വിളിക്കാവുന്ന സാധനത്തിനെ റിപ്ലി അവിടെ വെച്ച് കാണുന്നു. അതായത് നമ്മൾ ഏലിയനിൽ കണ്ട പോലത്തെ മുട്ടകളൊക്കെ ക്വീൻ സിനോമോർഫിന്റെ ആണ്. വീണ്ടും വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി ആക്ഷൻ സീക്വൻസും സംഭവങ്ങൾക്കും ശേഷം റിപ്ലി ഈ ക്വീനിനെ കൊല്ലുന്നതിൽ വിജയിക്കുകയും സുളോക്കോ എന്നൊരു എസ്കേപ്പ് പോഡിൽ അവിടെ അവരോടൊപ്പം സർവൈവ് ചെയ്ത ഹിക്സ് എന്ന് പറയുന്ന ആളും റെബേക്ക എന്നൊരു പെൺകുട്ടിയുമായി രക്ഷപ്പെടുന്നു. കഴിഞ്ഞ സിനിമയിലെ പോലെ ഒരു ആൻഡ്രോയിഡ് ഈ ഫിലിമിലും ഇവരുടെ കൂടെ ഉണ്ട്. പേര് ബിഷപ്പ്. റിപ്ലിക്ക് മുമ്പുണ്ടായ അനുഭവം വെച്ച് അതിനോട് തന്നെ നല്ല ദേഷ്യം ഉണ്ടാവുകയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിലെ ആൻഡ്രോയിഡ് പണിയൊന്നും കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല പല സ്ഥലത്തും വളരെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഈ സംഭവങ്ങളുടെ ഒരു ഡയറക്റ്റ് കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് 1992 ഡേവിഡ് ഫിൻച്ചറിന്റെ ഡയറക്ഷനിൽ ഏലിയൻ 3 എന്ന സിനിമ വരുന്നത്. ഇറങ്ങിയ സമയത്ത് ആദ്യ 2 സിനിമകളെ അപേക്ഷിച്ച് അത്രത്തോളം മികച്ച റിവ്യൂസ് അല്ല ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ആൻഡ് അതിന് കാരണമായ ഈ സിനിമകളുടെ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ആയ 20th സെഞ്ച്വറി ഫോക്സിന്റെ അമിതമായ കൈകടത്തലുകളെ പറ്റിയും ഡെഡ്ലൈൻസിനെ പറ്റിയും ഒക്കെ ഡേവിഡ് ഫിൻച്ചർ പരസ്യമായിട്ട് തന്നെ പ്രതികരിച്ചിരുന്നു. പിന്നീട് 2003 ഇതിന്റെ തന്നെ റിവൈസ്ഡ് ആയ ഒരു അസംബ്ലി കട്ട് റിലീസ് ചെയ്യുകയും കുറെ കൂടെ ഭേദപ്പെട്ട അഭിപ്രായം നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏലിയൻസ് എന്ന സിനിമയുടെ അവസാനം സുളോക്കോ എന്ന പോഡിൽ രക്ഷപ്പെടുന്ന റിപ്ലി ആൻഡ് ടീമിനോടൊപ്പം അവരറിയാതെ ഒരു ഏലിയൻ എഗ് കൂടെ ഉൾപ്പെടുന്നുണ്ട്. ആൻഡ് ഈ പോഡിൽ ഒരു തീപിടുത്തം ഉണ്ടായി അത് ഫിയോണ ഫ്യൂറി 161 എന്ന പ്ലാനറ്റിൽ ക്രാഷ് ലാൻഡ് ആവുകയും ചെയ്യുന്നു. ഈ ഒരു ഇൻസിഡന്റിനോട് കൂടിയാണ് ഏലിയൻ 3 തുടങ്ങുന്നത്. ഈ ഫിയോറിന എന്ന് പറയുന്ന പ്ലാനറ്റ് ആക്ച്വലി ഒരു മാക്സിമം സെക്യൂരിറ്റി ജയിലാണ്. ആൻഡ് അവിടെ ആകെ ഉള്ളത് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ട സ്റ്റാഫും ആന്റി സോഷ്യൽ ബിഹേവിയർ ജനറ്റിക്കലി തന്നെ വന്നിട്ടുള്ള ആണുങ്ങളായ പ്രിസണേഴ്സും മാത്രമാണ്. ഇവിടേക്കാണ് റിപ്ലിയുടെ പോഡ് എത്തിപ്പെട്ടേക്കുന്നത്. ആൻഡ് മറ്റൊരു കാര്യം, ആ പോഡിൽ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും മരിച്ചു കഴിഞ്ഞു. റിപ്ലി മാത്രമാണ് സർവൈവർ. ബട്ട് പ്രശ്നം എന്താന്ന് വെച്ചാൽ അവര് പോലും അറിയാതെ ഈ ഷട്ടിലിനുള്ളിൽ ഫേസ് ഹഗേഴ്സ് ഉണ്ടാവുകയും അതുവഴി റിപ്ലി ഇംപ്രഗ്നേറ്റഡ് ആയിട്ടും ഉണ്ട്. അതായത് അവരുടെ ഉള്ളിൽ ഒരു ഏലിയൻ ക്വീന്റെ എംബ്രിയോ ഉണ്ട്.
സിനിമയിൽ പിന്നെ നമ്മൾ കാണുന്നത് മറ്റൊരു ഫേസ് ഹഗ്ഗർ അവിടെ തന്നെ ഉള്ള ഒരു സ്റ്റാഫിനെ അറ്റാക്ക് ചെയ്ത് അതിലൂടെ ഉണ്ടാവുന്ന ഏലിയൻ ഈ പ്ലാനറ്റിലുള്ളവരെ അറ്റാക്ക് ചെയ്യുകയും റിപ്ലിയും അവിടെയുള്ളവരും ചേർന്ന് ഏലിയനെ ഫൈറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വളരെ എക്സൈറ്റിംഗ് ആയ സീൻസ് ആണ്. മൂവിയുടെ ഒടുവിൽ ഏതാണ്ട് ഈ ഫൈറ്റിനൊക്കെ ശേഷം വെയ്ലാൻഡ് യൂറ്റാനി കോർപ്പറേഷന്റെ സിഇഒ തന്നെ നേരിട്ട് ഈ പ്ലാനറ്റിലേക്ക് വരികയാണ്. പുള്ളിയുടെ അതേ രൂപത്തിലാണ് കഴിഞ്ഞ ഫിലിമിൽ നമ്മൾ കാണുന്ന ബിഷപ്പ് എന്ന ആൻഡ്രോയിഡിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. പുള്ളിയുടെയും ടീമിന്റെയും ഉദ്ദേശം ഇപ്പൊ റിപ്ലിയുടെ ഉള്ളിൽ ബാക്കിയുള്ള ഏലിയൻ ക്വീൻ എംബ്രിയോ റിട്രീവ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അവർക്ക് എത്ര പേര് മരിക്കുന്നു, ഇനി ഇതിനെ എടുത്തോണ്ട് പോയാൽ പോകുന്നിടത്തൊക്കെ എന്തൊക്കെ നാശനഷ്ടം ഉണ്ടാവും എന്നതൊന്നും പ്രശ്നമല്ല. അവർക്ക് അതിനെ വെപ്പണൈസ് ചെയ്യുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നത് മാത്രമാണ് എയിം. ബട്ട് റിപ്ലി ഇത് കേട്ടതിന് ശേഷം സ്വയം സാക്രിഫൈസ് ചെയ്യുകയും അതോടുകൂടി ആ ബാക്കി വന്ന ഏലിയൻ എംബ്രിയോ കൂടെ ചേർന്ന് ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തീയിലേക്ക് ചാടുകയും ചെയ്യും. ഇപ്പൊ ഈ വന്ന സിഇഒയും ടീമും കഴിഞ്ഞാൽ ഈ ഒരു എൻറ്റയർ പ്ലാനറ്റിൽ സ്റ്റോറി തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന അത്രയും പേരിൽ മോർസ് എന്നൊരു പ്രിസണർ മാത്രമായിരുന്നു സർവൈവ് ചെയ്യുന്നത്. ആൻഡ് ആ ഫെസിലിറ്റി ക്ലോസ് ഡൗൺ ചെയ്യുന്നു. അങ്ങനെ ഏലിയൻ 3 എന്ന സിനിമ ആ ഒരു പോയിന്റിൽ എൻഡ് ചെയ്യുവാണ്. പറയാനുള്ളതിന്റെ ഏതാണ്ട് പാതി ദൂരമേ നമ്മൾ വന്നിട്ടുള്ളൂ. ബട്ട് ബാക്കി അത്രയും മൂവീസിന്റെ കാര്യം കൂടെ ഈ ഒരു വീഡിയോയിലേക്ക് കൂടി ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ വളരെ അധികം ലെങ്തി ആയി പോവോ അല്ലെങ്കിൽ തീരെ റഷ്ഡ് ആവുകയോ ചെയ്യും എന്ന് തോന്നുന്നു. സോ ബാക്കി സിനിമകളുടെ ഡീറ്റെയിൽസും റോമുലസ് എന്ന ഇനി ഇറങ്ങാൻ പോകുന്ന പടത്തിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻസും മറ്റൊരു വീഡിയോയിലേക്ക് പറയാം എന്നാ വിചാരിക്കുന്നത്. കാണുന്നവർക്ക് അസൗകര്യം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ പ്രസന്റ് ചെയ്ത കോണ്ടന്റും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുകയും ചെയ്യുമല്ലോ അല്ലെ. അപ്പൊ ഈ വീഡിയോയുടെ അടുത്ത പാർട്ടുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവരെ ബൈ.